ഹേ ഗ്ലോ ഫാം, അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ കണ്ടാലോ. എൻ്റെ സ്കിന്നിൽ ചെറിയ പിമ്പിൾസും ചെറുതായിട്ട് ഡ്രൈനെസ്സും ഉണ്ട്. സോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കേണ്ടത് ഹാൻഡ് വാഷിംഗ് ആണ്. ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തൊട്ടിട്ടിരിക്കുന്ന പൊടിയൊക്കെ നമ്മുടെ സ്കിന്നിൽ അങ്ങ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു മിനിറ്റൊക്കെ ടൈം എടുക്കാവൂ, കൂടുതലിട്ട് ഉരയ്ക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ടോണർ വന്നിട്ട് ഗുഡ് വൈബ്സിൻ്റെ ഒരു റൈസ് ടോണറാണ്. ഇത് നന്നായിട്ട് എൻ്റെ സ്കിന്നിന് ഹൈഡ്രേറ്റ് ആക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്കിന്നിൽ ചെറിയ പിമ്പിൾസ് ഒക്കെ ഉണ്ട്. സോ ഞാൻ നിയാസിനമൈഡിൻ്റെ സിറം ആണ് യൂസ് ചെയ്യുന്നത്. ഇത് പ്ലമ്മിൻ്റെ സിറം ആണ്. ഇത് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ആക്കാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മോയ്സ്ചറൈസർ ആണ്. ഡോട്ട് ആൻഡ് കി ബാരിയർ റിപ്പയറിംഗ് മോയ്സ്ചറൈസിംഗ് ലോഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ക്രീം ബേസ്ഡ് ആണ്. നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഒരു ഫേസ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ളത്. നെക്സ്റ്റ് ഞാൻ ഡോട്ട് ആൻഡ് കിയുടെ ലിപ് ബാമും കൂടെ ഇട്ട് ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.